വഖഫ് ബില്ലിന്മേൽ ചർച്ച നടന്നപ്പോൾ പാർലമെന്റിലടക്കം ഏറ്റവും കൂടുതൽ തവണ ഉയർന്നു കേട്ട ഒരു പേര് മുനമ്പത്തിൻ്റെതായിരുന്നു. വഖഫ് നിയമമാകുമ്പോൾ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് അവിടെയുള്ളവർ വിശ്വസിക്കുന്നു. കേന്ദ്രമന്ത്രിമാർ അവിടേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുകയുമാണ്. കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരാനുള്ള തീരുമാനമായിട്ടുണ്ട്. മുനമ്പം കമ്മീഷന് തുടരാനുള്ള തീരുമാനം ഇന്ന് കോടതിയിൽ നിന്ന് വരികയും ചെയ്യുന്നു. മുനമ്പത്ത് ഇനി എന്ത് എന്ന വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം CPM-ൽ നിന്ന് ശ്രീ VPP മുസ്തഫ, മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, BJP-യിൽ നിന്ന് ശ്രീ ജിജി ജോസഫ്, ഒപ്പം മുരുകൻ കാതിക്കുളത്ത് ഭൂസംരക്ഷണ സമിതി എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം ചേരുന്നത്. ശ്രീ ജിജി ജോസഫ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ജിജി ജോസഫ്, വഖഫ് നിയമമാകുമ്പോൾ സാധാരണഗതിയിൽ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണല്ലോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴും സമരം തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാർ 9-ാം തീയതി അവിടേക്ക് എത്തുകയാണ്. എന്നത്തേക്ക് മുനമ്പത്തുള്ളവർക്ക് കൃത്യമായൊരു മറുപടി, എന്ന് ഇതിന് പരിഹാരമുണ്ടാകും, എന്ന് റവന്യൂ നടപടികൾ പൂർത്തിയായി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവെന്ന ബോധ്യം വരും എന്ന ഉറപ്പാണ് BJP-ക്ക് കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുക? കേന്ദ്ര സർക്കാരല്ലോ ഇനി അത് നൽകേണ്ടത്. കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കി, ഇനി റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത ദിവസം റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ആളുകൾ കരം അടയ്ക്കാൻ വേണ്ടി ചെല്ലണം. ഇങ്ങനെ നിയമം വന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് കരം അടയ്ക്കണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അപ്പോഴുണ്ടാവുന്ന ആ മറുപടിക്കനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അവർ കോടതിയിൽ പോവുകയൊക്കെ ചെയ്യണം, അവർ തന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ സർക്കാരിന് ഈ നിയമം വന്നിട്ടുള്ളത് അറിയാവുന്നതാണല്ലോ, സർക്കാരിന് സ്പീഡപ്പ് ആക്കാം, അത് സർക്കാർ തീരുമാനിക്കട്ടെ. അങ്ങ് തന്നെ പറയുന്നത് ഇനി കേന്ദ്ര സർക്കാരിന് അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. വഖഫ് നിയമം ബില്ല് ചർച്ചയ്ക്ക് തന്നെ വെച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആ ഘട്ടത്തിൽ എന്തിനാണ് പിന്നെ മുനമ്പത്തേക്ക് വരുന്നത്? അല്ല, മുനമ്പത്തേക്ക് വരുന്നത് ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ വഖഫ് ഇഷ്യൂ മുനമ്പക്കാരുടെ പ്രശ്നം തീർന്നില്ലേ? മുനമ്പക്കാരുടെ പ്രശ്നം തീർന്നില്ല എന്ന വാദിക്കുന്ന ആരൊക്കെയാ? കോൺഗ്രസ്സുകാരാണ്, CPM-മാരാണ്. ഇത് തീരരുതേന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. വലിയ സന്തോഷത്തോടെ പറഞ്ഞു 1000 കൊല്ലം ഇനി കേസ് നടത്തേണ്ടി വരും, അതുപോലെ ഈ വഖഫിന്റെ പ്രശ്നം തീർന്നിട്ടില്ല, ഹാപ്പിയാണ്. അത് പറയുമ്പോൾ മുനമ്പങ്കാർ ഹാപ്പിയാണ്. നിങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് മുനമ്പത്തേക്ക് ഇനി ചെല്ലണ്ട. പണ്ട് ഇവരിതെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവർ 2.5 കൊല്ലക്കാലം തിരുവനന്തപുരത്ത് പോയി, അല്ലാതെ P രാജീവിനെ കണ്ടു, AG-യെ കണ്ടു, തിരുവനന്തപുരത്ത് 2 ദിവസം താമസിച്ചു, വീണ്ടും സെക്രട്ടേറിയറ്റിൽ പോകും, ഹോട്ടലിൽ വരും, പിറ്റേ ദിവസം പോകും. ഇങ്ങനെ നടന്നു, 2.5 കൊല്ലം നടന്നു, ഒന്നും നടന്നില്ല. അപ്പോഴാണ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നത് ലീഗിൻ്റെ ആണ്. എന്താ പറഞ്ഞത്? ഇത് വഖഫിന്റെ ഭൂമിയാണെന്നാ പറഞ്ഞത് അല്ലേ? അന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? അതിൽ നിന്ന് ഇനി മാറ്റം ഉണ്ടോ എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ അത് വഖഫിന്റെ ഭൂമിയല്ല, മുനമ്പങ്കാർക്ക് പൂർണ്ണമായും അതിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. അത് സെക്ഷൻ 2A പ്രകാരം മുക്തി നേടിയിരിക്കുന്നു. ഇനി പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ സന്തോഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് വേണേലും പറയാം, അവർ പറയട്ടെ. പക്ഷെ മുനമ്പങ്കാരുടെ ഭൂമിയിൽ ഇനി വഖഫ് കണ്ണുവെക്കാൻ നോക്കണ്ട, അങ്ങോട്ടാരും വരികയും വേണ്ട. ആരും വരികയും വേണ്ട എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി വരുന്നുണ്ടല്ലോ, അതെന്തിനാണ് എന്നായിരുന്നു ആ സന്ദർശന ഉദ്ദേശം? അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. കേന്ദ്രമന്ത്രി അവർ ക്ഷണിച്ചിട്ടാ വരുന്നത്. അത് കഴിഞ്ഞ് അവര് പ്രധാനമന്ത്രിയെ കാണാൻ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് BJP മെമ്പർഷിപ്പ് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് വാ, ഞങ്ങളുടെ അടുത്തേക്ക് വാ, നിങ്ങൾക്കൊരു ഒരു പ്രശ്നം അറിയാലോ. അതായത് ഈ ഭൂമി നഷ്ടപ്പെടും, അന്യാധീനപ്പെട്ടു പോകും, അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വരും, വഖഫ് ഇറക്കി വിടും എന്നൊക്കെ വരുന്ന ഒരു ചിന്തയിൽ നിൽക്കുന്ന ആളുകൾ വലിയ ഭീതിയോടുകൂടി അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാലേ മനസ്സിലാവുള്ളൂ. ആ അവസ്ഥയുള്ള സ്ഥലത്തു നിന്നാണ് അവർക്കൊരു പൂർണ്ണമായ ആശ്വാസം കിട്ടുന്നത്. ഇനിയിപ്പോ റവന്യൂ നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്, കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതും അവിടെ നടപടിക്രമങ്ങൾക്ക് വേഗത കൈവരിക്കേണ്ടതും എല്ലാം എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങോട്ട് ആരും ചെല്ലേണ്ടതുമില്ല എന്ന് പറയുന്ന അപ്പോഴെങ്ങനെ ശരിയാകും? ചെല്ലേണ്ടതില്ല എന്ന് പറഞ്ഞത് ആ റോഡിൽ കൂടെ ആർക്കും നടക്കണ്ട എന്ന് ഉദ്ദേശമല്ല പറഞ്ഞത്.
ഇനി അവരെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതായത് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, BJP നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആരും ചെല്ലണ്ടെന്നാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതിലെ ആർക്ക് വേണമെങ്കിലും പോവാം, ഞങ്ങൾ വഴി തടസ്സമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം മുനമ്പത്തെ ജനത അവർക്ക് മനസ്സിലായി, മുനമ്പത്തെ ജനതയ്ക്ക് മനസ്സിലായി. അതായത് ഇത്രയും കാലം എല്ലാ പല പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ട് മുന്നണികൾ അവരെ കബളിപ്പിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നിന്നത് BJP ആണ്. സാധാരണ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് പോലെയല്ല BJP. ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത്. ശ്രീ VPP മുസ്തഫ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ VPP മുസ്തഫ, അവിടെ കേന്ദ്ര സർക്കാർ മുനമ്പം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറെക്കുറെ അങ്ങനെ തന്നെ ഇപ്പൊ രാജ്യത്താകമാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായി. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു. ചിലയിടങ്ങളിൽ കൃത്യമായ റെസ്ട്രിക്ഷൻ നിയമത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട്. ഇതൊക്കെ ശരി. പക്ഷെ മുനമ്പമായിരുന്നു ഇതിന്റെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അവിടേക്ക് ഇനി മറ്റാരും ചെല്ലേണ്ടതില്ല. നിങ്ങളെ എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഒപ്പം നിന്നത്, ആരാണ് അവർക്ക് വേണ്ടി പോരടിച്ചത്, ആരാണ് അവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയത്, ആരാണ് അവരെ സംരക്ഷിച്ചത് എന്ന കാര്യത്തിൽ മുനമ്പം ജനതയ്ക്ക് ബോധ്യമുണ്ടായിരിക്കുന്നു. ഇത് പരിഹരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് ഇനി CPM-ന്റെ ആവശ്യമാണോ? നമ്മുടെ മുന്നിൽ തമാശ പറയുന്ന ആളുകളായിട്ട് BJP-ക്കാർ മാറിയിരിക്കുകയാണല്ലോ. ഇപ്പൊ കേട്ടാ തോന്നും ഈ മുനമ്പം വിഷയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വഖഫ് ഭേദഗതി നിയമത്തിന് മുന്നിട്ടിറങ്ങിയത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് നിയമം എന്തിനാ വന്നത്? അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 356 റദ്ദാക്കിയിട്ട് ജമ്മു കാശ്മീരിനെ 3ആയിട്ട് വിഭജിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പോ മുനമ്പമൊന്നും അല്ല BJP-യുടെ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നിലുള്ളത്. അത് നമ്മുടെ രാജ്യത്ത് ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നൊരു നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP കഴിഞ്ഞ 10 വർഷമായിട്ടും അവർ അധികാരത്തിൽ വന്നത് RSSന്റെ തുടക്കം മുതലുണ്ട്. കഴിഞ്ഞ 10 വർഷം അത് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് വളരെ തീവ്രമായിട്ട് അവർ നടപ്പിലാക്കിയാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമമാണ്. അല്ലാതെ മുനമ്പത്തെ ഈ കുടിയടപ്പുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമമല്ല. അങ്ങനെ പറഞ്ഞ് പറ്റിക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാലം ഇവിടത്തെ ഇടതും വലതും എല്ലാം പറ്റിച്ചില്ലേ? അതുകൊണ്ട് ഞങ്ങളിതാ നിങ്ങളുടെ വലിയ സംരക്ഷകരായി വന്നിരിക്കുന്നു. ആ സംരക്ഷണം ഇന്ത്യയിൽ പലയിടത്തും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഈ വഖഫ് നിയമം അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് മുനമ്പത്തെ ജനത ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അവർ ക്ഷണിച്ചിട്ടാണ് കേന്ദ്രമന്ത്രി വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അവർ ക്ഷണിച്ചിട്ട് അവർ BJP മെമ്പർഷിപ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേന്ദ്രമന്ത്രിമാരടക്കം അവിടേക്ക് വരുന്നത്. അതായത് മുനമ്പം BJP-യുടെ ഒരു പുതിയ രാഷ്ട്രീയ ശക്തി കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഇതിനകം 19 പേർ അവിടെ നിന്ന് രാഷ്ട്രീയമായി BJP-യുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർക്കൊപ്പം നിന്ന് ഈ നിയമമടക്കം നൽകി അവർക്ക് സംരക്ഷണം നൽകിയതിന്റെ പേരിൽ ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ മുതൽ അങ്ങോട്ട് വലിയ തോതിലുള്ള ക്യാമ്പയിനും വലിയ രീതിയിലുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഒക്കെ അവിടെ നടന്നേക്കും എന്നുള്ളതാണ് BJP-യുടെ പ്രതീക്ഷ. ജോർജ് കുര്യൻ മുതൽ PC ജോർജും ഷോൺ ജോർജും വരെ നിരവധി പേർ ഇതിനകം തന്നെ കേരളത്തിൽ BJP-യോടൊപ്പം ഉണ്ടല്ലോ. നമുക്കതൊരു പുതിയ വാർത്തയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മറുഭാഗത്ത് AP അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകളും BJP-യിൽ ഉണ്ടല്ലോ കേരളത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ BJP-യുടെ മെമ്പർഷിപ്പോ കാര്യങ്ങളോ അതൊന്നും അല്ലല്ലോ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള പണി. BJP-യിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവർക്ക് നികുതി എടുക്കാനുള്ള അവകാശം കിട്ടുമോ? അവർക്ക് ഭൂമിയുടെ പ്രോപ്പർട്ടി റൈറ്റ് കിട്ടുമോ? ഇവിടെ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന പ്രശ്നം എന്താമാണ്? ഒരു വിഭാഗം പറയുന്നു ഇത് വഖഫ് ഭൂമിയാണ്. അവർ അതിന്റെ വ്യവഹാരങ്ങൾ കേസുകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണോ ഈ പിണറായി അധികാരത്തിൽ വന്ന് ഈ 3-4 വർഷം കൊണ്ടുണ്ടായ കേസുകളാണോ ഇത്? 1968 തൊട്ട് പരവൂരിലെ മുനിസിപ്പൽ കോടതി തൊട്ട് എത്രയോ തവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം കയറി ഇറങ്ങിയില്ലേ മുനമ്പത്തെ ഈ ഭൂമി പ്രശ്നം, അതിന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം? അത് വഖഫ് ഭൂമിയാണ് എന്നൊരു കൂട്ടർ, അതല്ല എത്രയോ കാലമായിട്ട് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന അത് വില കൊടുത്ത് വാങ്ങി എത്രയോ തലമുറകളായി കൈവശം വെച്ച അവകാശം ആയിട്ട് കൊണ്ടു നടക്കുന്നവർ. ഇതിനിടയിൽ പ്രശ്നം കിടക്കുകയല്ലേ? സർക്കാരിനാണ് എന്ന് ജീവിതം കൊണ്ട് ബോധ്യമായതുകൊണ്ട് തങ്ങൾക്ക് അവിടെ രാഷ്ട്രീയ പിന്തുണ കിട്ടും എന്നുള്ളതാണ് BJP പറയുന്നത്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ആ വഴിയിലേക്ക് നടക്കാം. അമ്മാതിരി താൽക്കാലിക ചെപ്പടി കൊണ്ടൊന്നും വഞ്ചിക്കാൻ പറ്റുന്നവരല്ല കേരളത്തിലുള്ള ആളുകൾ.
അതുകൊണ്ടാണല്ലോ ഇവർ ഇമാതിരി ശ്രമങ്ങളൊക്കെ എത്ര കേക്കും കൊണ്ട് പള്ളി അങ്കണത്തിലേക്ക് പോയില്ലേ. അപ്പുറത്ത് മണിപ്പൂരിലൊക്കെ പള്ളിക്ക് തീയിട്ട് ആളുകളെ കൊല്ലുമ്പോൾ ഇവിടെ പിന്നെ ക്രിസ്മസിന്റെ അന്ന് കേക്കും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതിന്റെ അത്തരം ചീപ്പ് പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും വളരെ മാത്രം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ അടിസ്ഥാന പ്രശ്നം ദശകങ്ങളായി മുനമ്പത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന, വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ പരമ്പരാഗതമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ സിവിൽ റൈറ്റ്, ആ പ്രോപ്പർട്ടി റൈറ്റ് എങ്ങനെ സംരക്ഷിച്ചെടുക്കും? അതിനു വേണ്ടിയിട്ട് എന്ത് നടപടി സ്വീകരിക്കും? അതിനുള്ള ശരിയായ ഫാക്ട് ഫൈൻഡിങ് എങ്ങനെ കണ്ടെത്തും? ഇതല്ലേ നമ്മൾ പോകേണ്ടത്. ഈ നിയമം പാസ്സാക്കിയത് കൊണ്ട് ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടോ? പറയട്ടെ ബിജെപിയുടെ പ്രതിനിധി. ഈ നിയമം പാസ്സായ തീയതി മുതൽ അങ്ങോട്ടുള്ള സംഗതിക്കല്ലാതെ ഈ 10, 40, 50 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മുനമ്പം ഭൂമിയിലെ ഈ വ്യവഹാര പ്രശ്നങ്ങൾ ഈ പുതിയ നിയമം വെച്ച് പരിഹരിക്കാൻ വേണ്ടി കഴിയുമോ? ശരി, അതിന്റെ ആർട്ടിക്കിൾ 2ഉം 3 സെക്ഷൻ 2ഉം 3ഉം എല്ലാം അങ്ങനെ റെട്രോസ്പെക്റ്റീവ് എഫക്ട് നൽകുന്നതാണോ? ഈ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് ഒരു കൈയും കണക്കും വേണ്ടേ? ആദ്യത്തെ ദിവസം നിയമമന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യം, വഖഫ് നിയമം ഒരു തരത്തിലും മുനമ്പം വിഷയത്തിൽ ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടി നമുക്ക് ചർച്ചയിലേക്ക് വരികയും ചെയ്യാം. ശ്രീ രാജു പി നായർ, ഇതിപ്പോ ഒറ്റ കാര്യം CPM-നും കോൺഗ്രസിനും ബാധകമാണ് എന്ന നിലയ്ക്ക് BJPയുടെ പ്രതിനിധി പറഞ്ഞത്, ഈ വിഷയം അവസാനിച്ചില്ല എന്ന് വേണമെങ്കിൽ കുറച്ചു നാൾ കൂടി പറയാമെങ്കിൽ ആ കുറച്ചു നാൾ കൂടി പറയുന്നതിന്റെ താല്പര്യമുള്ള രണ്ട് കക്ഷികൾ CPM-ഉം കോൺഗ്രസുമാണ് എന്നാണ്. മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. അതിനുശേഷം പക്ഷേ വഖഫ് ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി പാർട്ടി നിലപാട് അനുസരിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി സഭയൊക്കെ ഏറെക്കുറെ വിപ്പ് നൽകുന്ന രീതിയിലൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഹൈബിയുടെ വോട്ട് ബാങ്ക് ആണ് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കോൺഗ്രസ് ആ വിപ്പ് അനുസരിച്ചാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇനി മുനമ്പത്തേക്ക് പോയാലുള്ള രാഷ്ട്രീയ തിരിച്ചടി കോൺഗ്രസിനും CPM-നുമാണ്. BJPക്ക് അവിടെ നിന്ന് ലാഭം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം. 50 പേരെ BJPയുടെ പുതിയ അംഗങ്ങളായി സ്വീകരിച്ചുകൊണ്ട് അത് വെറുതെ ഒരു അവകാശവാദമല്ല എന്ന് BJP തെളിയിച്ചിട്ടുണ്ട് ഇതിനകം. മാധു, മുനമ്പത്ത് BJP അവരുടെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അതിനകത്ത് നോക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് വലിയ രീതിയിൽ വഖഫ് നിയമ ഭേദഗതിയെ മുനമ്പം വിഷയവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ക്രിസ്തീയ സഭകളിൽപ്പെട്ടിട്ടുള്ള KCBC, CBSE ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ കോൺഗ്രസിനോട് ചില ആവശ്യങ്ങളൊക്കെ നടത്തി. എന്തായാലും KPCC കോൺഗ്രസിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടും AICC ആയതുകൊണ്ടും ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചാണ് പോകണം. ഞങ്ങളുടെ തീരുമാനം എന്താ? അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്. അടിച്ചമർത്തപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് ആവുന്നത്. അത് ഏതെങ്കിലും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങളുടെ ആശയങ്ങൾ പണയം വെച്ചുകൊണ്ടൊന്നും നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനിപ്പോൾ ഇവർ സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്നതാണെങ്കിൽ 1000 തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കാര്യവും കൂടി ഇവർ മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ക്രിസ്തീയ സഭകളുടെ കണക്കെടുപ്പൊക്കെ തുടങ്ങിയല്ലോ. അത് ഇന്നലെ അല്ലല്ലോ വന്നത്. 2019 RSSന്റെ നേതാവ് ഗുരുമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്ത് ക്രിസ്തീയ സഭകളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഹോൾഡർ അവരാണ് എന്നുള്ളത്. അത് മാത്രമല്ല, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന CSAയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന CNIക്കും 1927 ബ്രിട്ടീഷ് സർക്കാർ കൊടുത്ത സ്ഥലങ്ങൾ മുഴുവൻ പാട്ടത്തിന് കൊടുത്തതാണെന്നും ആ പാട്ടം 99 വർഷത്തെ പാട്ടമായിരുന്നു. ആ 99 വർഷത്തെ പാട്ടം കഴിഞ്ഞ മീററ്റിലെ 2000 ഏക്കറും ഡൽഹിയിലെ 600 ഏക്കറും ചെന്നൈയിൽ മുതൽ ഇങ്ങോട്ടേക്ക് ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉൾപ്പെടെയുള്ള ഈ CNIയുടെയും CSAയുടെയും കയ്യിലിരിക്കുന്ന സ്ഥലം മുഴുവൻ ആ പാട്ടക്കരാർ തീർന്നപ്പോൾ തിരിച്ചു പിടിക്കണം എന്ന് 5 വർഷം മുമ്പ് പറഞ്ഞതാണ് RSS. അപ്പോൾ അതുകൊണ്ട് എന്തായാലും രണ്ടാമനെ കൂട്ടുപിടിച്ച് ഒന്നാമനെ കൊല്ലാൻ വേണ്ടി രണ്ടാമൻ നിന്നു കൊടുത്തപ്പോൾ അടുത്ത കത്തി രണ്ടാമൻ്റെ കഴുത്തിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഞങ്ങൾ അപ്പോഴും ആ രണ്ടാമൻ്റെ കൂടെ നിൽക്കും. കാരണം അവരുടെ അടിച്ചമർത്തപ്പെടുന്നത് ക്രിസ്തീയ സഭയാവുമ്പോൾ അവരോട് ഇപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. പിന്നെ മുനമ്പവും വഖഫ് ഭേദഗതി നിയമമായിട്ട് എന്താ ബന്ധം? ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം അവതരിപ്പിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല, മുൻകാല പ്രാബല്യമില്ല.
അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചോദിച്ചത് ഇന്നു മുതൽ നടപ്പാക്കാൻ പോകുന്ന, ഇനി മുതൽ വഖഫ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഞങ്ങളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ BJP പ്രതിനിധി നാട്ടുകാരെ ഇതാക്കുകയല്ലേ, എന്താ പറയുക, ഭ്രാന്താക്കുകയല്ലേ? നാട്ടുകാരെ ഇങ്ങനെ വഞ്ചിക്കാവോ? ഇദ്ദേഹത്തിന്റെ നേതാവ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ മുൻകാല പ്രാബല്യമില്ലാത്ത നിയമമാണ് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത്? മുനമ്പത്തെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ അവിടെ നടക്കട്ടെ. ആ തെറ്റിദ്ധാരണ ജനങ്ങൾ മനസ്സിലാക്കും, കാലം മനസ്സിലാക്കി കൊടുക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 13 സമരസമിതി അവിടെ സംരക്ഷണത്തിന് വേണ്ടി സമരം തുടങ്ങിയതിന് 10 ദിവസം മുമ്പ് ഒക്ടോബർ 3 അവിടെ മൈക്ക് കെട്ടിവെച്ച് അത് വഖഫ് ഭൂമിയല്ല എന്നും, ആ വഖഫ് ഭൂമി എന്തുകൊണ്ടത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതും അത് റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കണമെന്നും നിലപാടെടുത്തവരാണ് ഞങ്ങൾ. അതിനുശേഷം ക്രിസ്മസ് ദിനത്തിലും അതിനു മുമ്പും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് അവരോട് ഐക്യദാർഢ്യപ്പെട്ട, ഒരു മിനിറ്റ് മാധു ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഐക്യദാർഢ്യപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള മുനമ്പത്തെ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കുന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ വഖഫ് ഭേദഗതി നിയമം ആ മുസ്ലിം സമൂഹത്തിന്റെ അധികാരങ്ങളിലേക്ക് കൈകടത്താൻ വേണ്ടി നടത്തിയിരുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്നും അത് മുസ്ലിം ജനതയ്ക്ക്, ഇന്ത്യൻ മാത്രമല്ല രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സമത്വത്തിൻ്റെയും അവരുടെ സ്വയംഭരണാവകാശത്തിൻ്റെയും കടക്കൽ കത്തിവെൽക്കുന്നതാണെന്നും അത് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണുള്ള കൃത്യമായ തിരിച്ചറിവ് കൊണ്ടാണ് വഖഫ് ഭേദഗതിയെ നിയോഗിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം ഒന്ന് പറയണം, വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഏത് വകുപ്പ് വെച്ചാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, മുനമ്പത്തെ ഇനി ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത നിയമ പോരാട്ടങ്ങളിലേക്ക് ഇത് പറഞ്ഞുവിടും. ആ നിയമ പോരാട്ടത്തിലേക്ക് മുഴുവൻ ഇതിനെ പറഞ്ഞുവിടാം. കാരണം എന്താ, ഈ വഖഫ് അല്ല എന്ന് റദ്ദാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഓണർക്ക് ലാൻഡ് ക്ലെയിം ചെയ്യാം, അവരുടെ അനന്തരാവകാശികൾക്ക് ലാൻഡ് ക്ലെയിം ചെയ്യാം. അങ്ങനെ ലാൻഡ് ക്ലെയിം ചെയ്തൊരു കേസ് പോയാൽ ഈ അടുത്ത കാലത്തൊന്നും തീരാത്തൊരു കേസിന്റെ ആയിട്ട് പോകും. പിന്നെ ഒരു അര മിനിറ്റോട് ഞാൻ തീർത്തേക്കാം. പ്രശ്നം പരിഹരിക്കേണ്ടതാരാ? പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ. 2021 ആ പാവപ്പെട്ട മനുഷ്യർക്ക് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കരമടയ്ക്കാൻ പാടില്ല എന്ന് പിണറായി വിജയന്റെ സർക്കാർ ഇറക്കിയ ഉത്തരവ്, ആ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച് ആ CPM-ന്റെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് കേരളത്തിന്റെ വഖഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് വഖഫായി അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തുള്ള ക്ലെയിം പിൻവലിക്കുകയാണ് എന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്താൽ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം. അതാണ് പ്രതിപക്ഷ നേതാവ് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോ ലീഗ് ഇന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയുമായി ബന്ധപ്പെട്ട് തന്നെ മുനമ്പം, അത് ഇന്ത്യ മുന്നണി ഒട്ടാകെ എടുത്ത ഈ ചർച്ചയിലൊക്കെ എടുത്ത ഒരു സമീപനമാണ്. എപ്പോഴൊക്കെ വഖഫ് ബില്ലിനെതിരെ സംസാരിക്കുന്നു അപ്പോഴൊക്കെ മുനമ്പത്തെ ജനങ്ങളുടെ കൂടെ ചേർന്ന് തന്നെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട്. അവിടെയാണ് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആയുധങ്ങളുടെ മൂർച്ച കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നയസമീപനമായിരുന്നു. അത് ഒരു ഫ്ലോർ സ്ട്രാറ്റജിയുടെ ഭാഗമായി സ്വീകരിച്ചാണ്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോഴും മുനമ്പവുമായി ബന്ധപ്പെട്ട് അവിടെ കുടിയിറക്കുണ്ടാകരുത് എന്നും കുടിയിറക്കുണ്ടാകില്ല എന്നും അതിനുവേണ്ടി ലീഗ് നിലനിൽക്കുമെന്നും ലീഗ് ബിഷപ്പുമാരുമായി നേരിട്ട് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളും എല്ലാം സുപ്രീം കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ സമരം തുടരുകയാണ്. BJP-യുടെ ഉത്തമ വിശ്വാസം അനുസരിച്ച് അവർക്ക് സുരക്ഷ നൽകാനും അവർക്ക് അവരുടെ ഭൂമിയാണെന്ന് ഉറപ്പ് നൽകാനും അതിന്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം നൽകാനും ഒക്കെ വഖഫ് ബിൽ പര്യാപ്തമാണ് എന്നിരിക്കെ ഇപ്പോഴും അവിടെ സമരം തുടരുന്നത് പിന്നെ എന്തിനായിരിക്കാം? മാധുവിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ ഡയറക്റ്റ് വരണം. അതിന് മുൻപ് യഥാർത്ഥത്തിൽ മാധു, ഈ മുനമ്പം ഒരു നെരിപ്പോട് പോലെ തക്കമായ ശരിയായ ഒരു അവസരം വരുമ്പോൾ ആളിക്കത്തിക്കാൻ BJP കാത്തുവച്ചിരിക്കുന്ന ഒരു നെരിപ്പോടാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു, ഇനി നേരെ നിങ്ങൾ അങ്ങോട്ട് റവന്യൂ വകുപ്പിലേക്ക് പോയി ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ മതി എന്നാണ്. മാധുവിന് ഓർമ്മയുണ്ടാവും, 2019 നമ്മുടെ രാജ്യത്തിൻ്റെ ലോക്സഭയും രാജ്യസഭയും പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. മാധു, പുതിയ പൗരത്വ നിയമമല്ല കേട്ടോ, നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾ ഇവർ കൊണ്ടുവന്നു. എന്നാൽ അതനുസരിച്ച് നമ്മുടെ രാജ്യത്ത് മാധു എപ്പോഴാണ് ആദ്യം പൗരത്വം നൽകിയത്? 2024 മെയ് മാസം 15-ാം തീയതി. എന്ന് വെച്ചാൽ ഈ നിയമം പാസ്സാക്കി 5 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാൾക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നത്. ഈ 5 വർഷം കാത്തിരുന്നത് അപേക്ഷകരില്ലാത്തതുകൊണ്ടല്ല, ഈ നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കണമായിരുന്നു.
ഇവർ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ നാളെ ഈ പറഞ്ഞ ഒരു ഭേദഗതി നടപ്പാക്കാൻ കഴിയില്ല. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഹൗ ടു ഇംപ്ലിമെന്റ് ഇറ്റ് എന്നത് ചട്ടങ്ങൾ പ്രകാരം തീരുമാനിക്കപ്പെട്ടാൽ ഇത് നടപ്പിലാവും. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഉടനടി പരിഹരിക്കുമെന്ന് പറയുമ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്ട്. BJP പ്രതിനിധി പറയുന്ന ഒരു സെക്ഷൻ, ഞാനത് പറയാം, സെക്ഷൻ 2 ആണ് ഇവർ, സെക്ഷൻ 2A മറ്റാണ്. അതായത് അതിൽ പറയുന്നത് നോട്ട് വിസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ തുടങ്ങിയിട്ട് അവസാനം പറയുന്നത് മുസ്ലിമായ ഒരാൾ ഒരു പബ്ലിക് ട്രസ്റ്റിന് ഈ വഖഫിന്റെ സമാനമായ ചാരിറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ അത് ഈ ആക്ടിന്റെ താഴെ വരില്ല എന്ന് വായിക്കുന്നുണ്ട്. ഇതാണ് ഇവർ മുനമ്പമായി കൂട്ടിച്ചേർത്തിട്ട് നാളെ രാവിലെ തന്നെ വിഷയം പരിഹരിക്കപ്പെട്ടു എന്ന്. മാധു, മുനമ്പം നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായി മനസ്സിലാക്കി പോകണം. ഈ ആക്ട്, ഈ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡിന്റെ സ്റ്റാറ്റസ് അല്ല, സ്റ്റാറ്റസ് ഓഫ് ദ റെസിപ്റ്റന്റ് അല്ല, ആ ഡെഡിക്കേഷന്റെ സ്റ്റാറ്റസ് ആണ്. ഡെഡിക്കേഷൻ അനുസരിച്ച് അത് വഖഫാണോ അതല്ല ഫറൂഖ് കോളേജിലുള്ള ഗിഫ്റ്റ് ഡീഡാണോ? ഇനി ട്രിബ്യൂണലിൽ ഈ ഫറൂഖ് കോളേജ് എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാ മാധു, അത് ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഡീഡാണ്. ആക്ട് പാസ്സായപ്പോൾ അവരെടുത്ത സ്റ്റാൻഡ് അല്ല കേട്ടോ. ആക്ട് പാസ്സാവുന്നതിന് മുൻപേ അവർ പറയുന്നു ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഡീഡാണ്, ഇത് ഞങ്ങൾക്ക് ക്രയവിക്രയ അവകാശമുണ്ട്, ഞങ്ങളിത് മുനമ്പത്തുകാർക്ക് വിറ്റ് പണം വാങ്ങിയതാണ്, അവരെ കുടിയൊഴിക്കരുത് എന്ന് വെച്ചാൽ ആ നേച്ചർ ഓഫ് ഡെഡിക്കേഷൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ BJP-കാരന് സഹായമില്ല. തീരുമാനിക്കപ്പെടാതെ കിടക്കുന്ന വിഷയം അത് വഖഫാണോ അതല്ല പിന്നെ ഫറൂഖ് കോളേജിന് കിട്ടിയ ഗിഫ്റ്റ് ഡാഡാണോ, യഥാർത്ഥത്തിൽ ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? തലമുറകൾ കേസ് നടത്തിയാൽ തീരാത്ത സങ്കീർണതകളിലേക്ക് BJP മുനമ്പത്തെ ജനതയെ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കാത്തിരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണല്ലോ മുനമ്പത്തെ സമരസമിതിക്കാരടക്കം മുന്നോട്ട് പോയത്. ഇപ്പൊ 4-5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 8-10 വർഷങ്ങൾക്ക് ശേഷം പരിഹരിക്കുക എന്നുള്ളതല്ല അവരുടെ ആവശ്യം. നിലവിൽ അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കിട്ടുക എന്നുള്ളതാണ്. ആ രീതിയിൽ അവരെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു പ്രതീക്ഷ നൽകുകയോ ചെയ്തു എന്നുള്ളതാണോ നിങ്ങളുടെ ആരോപണം? ഒരു തരത്തിലുമില്ല മാധു. ഞാൻ അതാ പറയുന്നത്, മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ചാനലിലും മൈക്കിന്റെ മുമ്പിലും കവലയിലും പ്രസംഗിച്ചതല്ല. വഖഫ് ബിൽ എന്ന് പറയുന്ന രാജ്യത്ത് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ ഈ ഗവൺമെന്റ് നടത്തിയ ഏറ്റവും വലിയ അറ്റാക്കിൽ ആവലാതിക്കാരായി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുൻപിൽ ഞങ്ങളുടെ പാർട്ടി ചെന്ന് നിൽക്കുമ്പോൾ ഈ നീതിന്യായ കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ മുനമ്പത്തെ ജനതയുടെ ആശങ്ക ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഈ വിഷയം പരിഹരിക്കാൻ ഇവർ പറയുന്ന ഈ നിയമമല്ല, ഈ വഖഫ് ബില്ലിന്റെ നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് തന്നെ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തേത്, ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് ഒരു കൺസെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു സമവായം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നൊരു തീരുമാനം ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എടുത്താൽ, ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്. നേരത്തെ നമ്മൾ ഗവൺമെന്റിലെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. പിന്നെ നമ്മൾ അത്തരം യോഗങ്ങൾ വിളിച്ചിട്ടില്ല. അത്തരം യോഗങ്ങളിൽ ഉണ്ടാവട്ടെ, ഒരു സമവായത്തിലേക്ക് വരട്ടെ. ആ സമവായം എന്താണ്, അത് നടപ്പാക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡിന് പഴയ വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 97, ഇവിടെ രാജു പി നായർ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല, മസ്റ്റ് കംപ്ലൈ വിത്ത് എന്നാണ്. ജനറൽ ആൻഡ് സ്പെഷ്യൽ ഡയറക്ഷൻസ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. മാധുവിന് ഓർമ്മയുണ്ടാവും, നേരത്തെ ഈ കർണാടകയിൽ കുറച്ച് കർഷകർക്ക് വഖഫ് പ്രോപ്പർട്ടിയുടെ പേരിൽ ഒരു നോട്ടീസ് പോയി. ആ നോട്ടീസ് പോയപ്പോൾ അവിടെ കർണാടക സംസ്ഥാന സർക്കാർ ചെയ്ത് അവർ ഡയറക്ഷൻ കൊടുത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്ന് എൻ്റെ ഓർമ്മ, അവരത് പിൻവലിച്ചു കഴിഞ്ഞു. പാർലമെന്റിനകത്ത് കിരൺ റിജിജു പറയുന്ന ഈ ചെണ്ടുതുരൈ പ്രശ്നമുണ്ടല്ലോ തമിഴ്നാട്ടിൽ, ഇറ്റ്സ് എ സോൾഡ് ഇഷ്യൂ. അവിടെ സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ച് പരിഹരിച്ചു കഴിഞ്ഞൊരു വിഷയമാണ്. ഇനി ഒരൊറ്റ കാര്യം, ഇന്ന് കോടതിയെ ഈ വഖഫ് ബില്ലും മുനമ്പും കൂട്ടിക്കിഴയ്ക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അപകടമുണ്ട് മാധു. അത് ഒരു മിനിറ്റിൽ പറയാൻ മാധുവിന് അനുവദിക്കണം. ഇനി എനിക്ക് സമയം തന്നില്ലെങ്കിലും തരക്കേടില്ല. ഞങ്ങൾ കോടതിയിൽ പോകുമ്പോൾ ഈ വഖഫ് ബില്ല് പാസ്സായാൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ പിന്നെ ലീഗ് എന്തിനാണ് കോടതിയിൽ പോകുന്നത്, കോൺഗ്രസ് എന്തിനാണ് കോടതിയിൽ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഞാനൊരു ഒറ്റ കാര്യം പറയാം മാധു, ഇതിനകത്ത് ഇപ്പോൾ ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭേദഗതി, ഒരു വഖഫ് പ്രോപ്പർട്ടി ഇഫ് എ ക്വസ്റ്റ്യൻ അറൈസസ് അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ലാതാവും. കളക്ടർക്ക് മേലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് പറയുന്നത് വരെ ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ല. അത് ഖബർസ്ഥാൻ ഉണ്ടാവും മാധു, പള്ളി ഉണ്ടാവും മാധു, മറ്റ് ചാരിറ്റി സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഉത്തർപ്രദേശിലൊരു ഖബർസ്ഥാൻ ഒരാൾ പരാതി കൊടുത്താൽ അന്ന് മുതൽ അത് അവിടെ അവസാനിക്കാണ്. മാധുവിനറിയ JPC ലക്നൌവിൽ ചെന്നപ്പോൾ UP ഗവൺമെന്റ് പറഞ്ഞത് ഇവിടുത്തെ 78% വഖഫ് പ്രോപ്പർട്ടികൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന മുട്ടിന് UP-യിൽ BJP-കാരെ വെച്ചിട്ട് ഇവർ കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ടോ ഇത് മുഴുവൻ ആ നിമിഷം അത് ഖബർസ്ഥാനല്ല, പള്ളിയാവട്ടെ, അതല്ലാതായി മാറും. അടുത്തൊന്നും കൂടി, 2 പേരെ മാൻഡേറ്ററി അല്ല ഇപ്പോഴത്തെ സ്ട്രക്ചർ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, തർക്കം ഉന്നയിച്ചാൽ ഞാൻ വിശദീകരിക്കാം. 11 നോൺ മുസ്ലിംസും
10 മുസ്ലിംസുമായി പോകുന്ന രൂപത്തിൽ, എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വഖഫ് ബോർഡിൽ പോലും ഈ സമുദായം ന്യൂനപക്ഷമായി പോകുന്ന തരത്തിലാണ് ഇവർ ഈ നിയമം നിർമ്മിച്ചത് എന്നതുകൊണ്ടാണ്. എറുമ്പിനെ പോലെ ഇതൊരു ലാൻഡ് ഗ്രാബിംഗ് ഒന്നും അല്ല വഖഫ്. പാർലമെന്റിൽ കഴിഞ്ഞ വർഷം കിരൺ റിജിജു കൊടുത്ത മറുപടി ഉണ്ട്. 58,000 വഖഫ് പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ എൻക്രോച്ച്മെന്റ് ഭീഷണിയിലാണ്. 6,500 പ്രോപ്പർട്ടികൾ പിന്നെ എൻക്രോച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 4,35,000 പ്രോപ്പർട്ടികൾ അൺനോൺ ആണ്. അത് എവിടെയാണെന്ന് അറിയില്ല. ഒരു ഭാഗത്ത് എറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ ഒരു സമുദായത്തിന്റെ പൂർവികന്മാർ കൂട്ടിവെച്ച ആർട്ടിക്കിൾ 26 അനുസരിച്ച് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായ അവരുടെ പ്രോപ്പർട്ടി ഉണ്ട്. അത് തട്ടിയെടുക്കാൻ BJP നടത്തുന്ന ഗൂഢാലോചനക്കെതിരെയാണ് ഞങ്ങൾ ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ നിമിഷവും ഈ ആവലാതിക്ക് നടുവിലും മുനമ്പത്തെ കുടുംബങ്ങളുടെ ആശങ്ക മറ്റാരെക്കാളും ഞങ്ങൾ നെഞ്ചേറ്റുണ്ട്. മുനമ്പത്തെ വിഷയം തീരരുത് എന്ന് നിഗൂഢമായി അതിന്റെ വിവേചനാധികാരമുള്ള ഒരു ഡിസൈഡിംഗ് ഏജൻസി എങ്കിൽ അതിപ്പോൾ ജില്ലാ കളക്ടർ മാത്രമാകുമ്പോൾ അവിടേക്ക് അധികാരത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന ആശങ്ക കൂടി പങ്കുവെക്കപ്പെടുകയും ആണ്. ശ്രീ VPP മുസ്തഫ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നതും BJP പറയുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ മുനമ്പത്തുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ കമ്മീഷന് തുടർച്ചയുണ്ടാകാൻ കോടതിയുടെ അനുമതി കിട്ടുക എന്ന് പറയുന്നത് സർക്കാരിന് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നിയമപരമായ റൈറ്റ്, മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ നിയമപരമായ റൈറ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ കമ്മീഷന്റെ രൂപീകരണത്തിന്റെ ഏറ്റവും വലിയ സദുദ്ദേശം എന്ന് പറയുന്നത്. അതിപ്പോ വഖഫ് ബിൽ നിയമമായതോടുകൂടി ആ റൈറ്റ് പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം. സർക്കാർ ഇതിനു മുൻപ് ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇനിയെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും പൂർത്തിയാക്കണം. അത് സർക്കാരിന്റെ കോർട്ടിൽ മാത്രമുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, നേരത്തെ ഷിബു മീരാൻ ചൂണ്ടിക്കാണിച്ചു, ഇതിന്റെ ചട്ടം രൂപീകരിക്കപ്പെടണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും നിയമത്തിന്റെ വഴിയിൽ ചട്ടപ്പടിക്ക് പൂർത്തിയാകണം. ആ കാലതാമസം എന്ന് പറയുന്നത് സർക്കാരിന്റെ തലയിലേക്ക് വരുമോ? അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരുമോ? ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് 3 ആഴ്ച മുമ്പ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയപ്പോൾ വലിയ ആഘോഷമായിരുന്നു. സർക്കാരിന് തിരിച്ചടി, വലിയ നിലയിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയെയും ആക്ഷേപിക്കുകയുണ്ടായി. പക്ഷെ ഇന്നിപ്പോ അവിടെ തന്നെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് വിധിയെ റദ്ദാക്കുകയും സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ 2024 നവംബറിൽ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. സർക്കാരിന് അധികാരമുണ്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം വളരെ മോശമായിരുന്നു. കാരണം അതൊരു ലീഗൽ ബേസിസും ഇല്ലാത്ത പരാമർശമായിരുന്നു. വേണ്ടത്ര മൈൻഡ് അപ്ലൈ ചെയ്തില്ല, യാന്ത്രികമായിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയത് എന്നൊക്കെയായിരുന്നു. അപ്പൊ ഇന്ന് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു, സിംഗിൾ ബെഞ്ചിന്റെ ആ നിരീക്ഷണങ്ങൾ യാതൊരു ലീഗൽ ബേസിസും ഇല്ലാത്ത ജനറലൈസ്ഡ് പെർസെപ്ഷൻസ് ആണ്. അങ്ങനെയൊന്നുമല്ല ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വിശദമായ വാദത്തിന് മാറ്റിവെച്ചുകൊണ്ട്, എന്നാൽ ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനിപ്പോ നിശ്ചയിച്ച പ്രകാരം 2025 മെയ് വരെയാണ് ആ കമ്മീഷന്റെ കാലാവധി ഉള്ളത്. അവർക്ക് ആ പ്രൊസീജിയർ പൂർത്തിയാക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അപ്പോ ഗവൺമെന്റിന് ആശ്വാസമല്ല, ഗവൺമെന്റിന്റെ നിലപാടിനെ ശരിവെച്ചിരിക്കുകയാണ്. 3 ആഴ്ച മുമ്പ് തിരിച്ചടി. ഒരു കാര്യം കൂടെ അവിടെ ചോദിക്കട്ടെ, മെയ് അവസാനത്തോടു കൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. മെയ് അവസാനം ഈ റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിന്മേൽ എന്തു ചെയ്യാൻ കഴിയും എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്? ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇതൊരു ഫാക്ട് ഫൈൻഡിംഗ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ഇപ്പൊ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം മാധു വഖഫ് ഭൂമിയാണ്. ആ പള്ളി വഖഫായിരുന്നു. പക്ഷെ ഇവിടത്തെ എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി ഈ രാജ്യത്തിന്റെ എല്ലാ സംഗതികളെയും വിലവെക്കാതെ അത് അടിച്ചു പൊളിച്ച് കൈയടക്കി കഴിഞ്ഞിട്ടില്ലേ ബലാത്കാരം ഉപയോഗിച്ചിട്ട്? അത് വഖഫ് ഭൂമിയായിരുന്നു. ഇവിടുത്തെ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? ഇവിടെ കോടതിയും പട്ടാളവും സംരക്ഷണവും ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു വഖഫും ആ വഖഫിൽ നിന്നിരുന്ന ഒരു മുസ്ലിം ആരാധനാലയവും ബലം പ്രയോഗിച്ച് പൊളിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ എന്നിട്ട് ചെയ്തത് എന്താ? അവിടെ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് പള്ളി കെട്ടാൻ വേറെ സ്ഥലം കൊടുത്തു. ആ സ്ഥലം ഏതാ മാധു? അത് വഖഫല്ല കേട്ടോ, അത് സർക്കാർ ഭൂമിയാ. സർക്കാർ ഭൂമിയാണ് പൊളിച്ചു കളഞ്ഞ ബാബരി മസ്ജിദിന് പകരം സ്ഥലം കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ പുതിയ വിധി നിയമം വെച്ചിട്ട്, ഈ പുതിയ ഭേദഗതി വെച്ചിട്ട് നാളെ ജില്ലാ കളക്ടർ പറയുകയാണ് അത് സർക്കാർ ഭൂമിയാണ്, അവിടെ കെട്ടിയ പള്ളി സർക്കാർ സ്വത്തിലാണെന്ന്. ഒരു 10ഓ 15ഓ കൊല്ലം കഴിഞ്ഞിട്ട് ഈ അയോധ്യയിലെ ഫൈസാബാദിലെ ജില്ലാ കളക്ടർക്ക് തോന്നിയാലോ? പണ്ട് അങ്ങനെ ഒരു ജില്ലാ കളക്ടർക്ക് തോന്നിയപ്പോഴാണ് അന്ന് വരെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന പള്ളി അടച്ചുപൂട്ടേണ്ടി വന്നത്.
മലയാളിയായ ഒരു ജില്ലാ കളക്ടറാണ് 1948 ബാബരി മസ്ജിദിൽ ആ പണി പറ്റിച്ചത്. അതുകൊണ്ട് നിയമം വെച്ചിട്ട് ഈ പുതിയ അപ്പൊ ഇവരിപ്പോ വലിയ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം രാജ്യത്തുണ്ടാക്കുന്ന വലിയ പ്രമാദമായിട്ടുള്ള വിഷയം ഇങ്ങനെയുള്ളതാണ്. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി തീർത്തതാണ് ആ നിയമം. അല്ലാതെ അത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇവിടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം ഫാക്ട് ഫൈൻഡിങ് വേണം. 1952 ഈ പറയുന്ന സ്ഥലത്തുള്ള റമാനിയായ ഒരു മുസ്ലിം അവിടെ ഫറൂഖ് കോളേജിന് അതിന്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് ചെയ്തു കൊടുത്ത സ്ഥലം അത് വഖഫ് ഭൂമിയാണോ, അതല്ല വഖഫ് പ്രോപ്പർട്ടി ആണോ, അതല്ല ഗിഫ്റ്റ് ഡീഡാണോ? എത്ര വിധികൾ നിൽക്കുകയാണ്? ഏതെങ്കിലും ഒരു വിധിയിൽ അന്തിമമായ തീരുമാനം വന്നോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഡീഡാണ് എന്ന തീരുമാനമുണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണൽ അംഗീകരിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ടോ? പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഈ വ്യവഹാരം വഖഫ് ബോർഡിന്റെ മുമ്പാകെ ഉണ്ടില്ലേ? അന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ വഖഫ് ബോർഡ് എടുത്ത നിലപാട് എന്താ? ഇത് ഗിഫ്റ്റ് ഡീഡാണെന്നാണോ? ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് എടുത്ത നിലപാട് ഇത് ഗിഫ്റ്റ് ഡീഡാണെന്നോ? ഇപ്പൊ തന്നെ നോക്ക്, ഈ ഗവൺമെന്റ് ഇറക്കിയ ഈ ജുഡീഷ്യൽ കമ്മീഷനെതിരെ കോടതിയിൽ പോയതാരാ? വഖഫ് സംരക്ഷണ സമിതി. വഖഫ് സംരക്ഷണ സമിതി വേറെ മതസ്ഥരായ ആളുകളല്ലല്ലോ അതിന്റെ പിന്നിലുള്ളത്. അതുപോലെ ഒരു അഹമ്മദ് ഷരീഫ് TK ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് ആദ്യം നവംബറിലെ സർക്കാർ നോട്ടിഫിക്കേഷനെതിരെ പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നത്. അപ്പൊ ഞങ്ങൾ മുസ്ലിം സംഘടനകളെല്ലാം ഇതാ സർക്കാരിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും കിടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. വഖഫ് സംരക്ഷണ സമിതിയെ പോലെ ബന്ധപ്പെട്ട കേസിൽ ആ വിധിയിൽ തന്നെ വളരെ നിർണായകമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ സംഭവിച്ചത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു നിയമ പോരാട്ടം നടന്നിരുന്നു എന്ന കാര്യം കൂടി പ്രത്യേകതയാണ്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമത്തിന് തന്നെ കൃത്യമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ പരിഗണന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ ഓർത്ത് പോവുകയാണെന്നത് പ്രധാനവുമാണ്. ഇപ്പോൾ ഈ വിവാദമുണ്ടായ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുമുണ്ടായിരുന്നു, ഈ നിയമം ഇപ്പോൾ പാസ്സായ ഈ നിയമപ്രകാരമാണ് എങ്കിൽ എന്താണ് ആ ഭൂമിയിൽ സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഒരു ചർച്ചാ വിഷയമായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ആ 3 പരാമർശങ്ങൾ ആയി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ ജിജി ജോസഫ്, ഉടനടി പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് മുനമ്പത്തെ പറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? മുനമ്പത്തെ ഒപ്പം നിന്ന് ഞങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പറ്റിക്കുകയായിരുന്നു ഇടത്, കോൺഗ്രസ്, UDF-ഉം LDF-ഉം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഉടനടി അതിന് പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ വരുന്നത് നിങ്ങൾക്ക് പരിഹാരവും കൊണ്ടാണ് എന്ന തരത്തിൽ അവരെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമായ താല്പര്യം BJP-ക്കുണ്ടോ? എനിക്ക് മനസ്സിലായത് ഈ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി BJP സർക്കാർ ഇത് പാസ്സാക്കിയതോടുകൂടി മുനമ്പത്തുള്ളവർക്ക് 1000 വർഷത്തേക്ക് കേസ് പറയാനുള്ള വകുപ്പായി ഈ കേസ് തീരത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് BJP-ആണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. എല്ലാവരും കൂടെ പറയുന്നത് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത് BJP-ആണ്. ഇവര് കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്നത് നാസർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. നിങ്ങൾ എന്താണ് ഈ CPM-മാരെ കുറ്റം പറയുന്നത്? ചില സമയത്ത് അതല്ല എന്നാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് CPM ചോദിക്കുന്നു. ആരുടെ അടുത്ത്? കോൺഗ്രസിന്റെ അടുത്ത്. കോൺഗ്രസിനെ കുറ്റം പറയുന്നു. ഞങ്ങളില്ലാത്ത ചില ചർച്ചകളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ഉൾപ്പെടുന്ന ചർച്ചയിൽ പോലും ഭൂരിഭാഗം സമയം നാസർ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന ആളുകളെ കുറിച്ചും CPM-ന്റെ മെമ്പർമാരെ കുറിച്ചും അതുപോലെ അദ്ദേഹം പിന്നീട് CPM-ന്റെ സ്ഥാനാർത്ഥി അതിനെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടല്ലോ. നിങ്ങളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്? ഇതെല്ലാം BJP ആണല്ലോ ഉണ്ടാക്കിയത് അല്ലേ? എന്തൊരു ആശ്വാസം. വഖഫിന് ഈ നിയമം വന്നതോടുകൂടി 2A വന്നിട്ടുണ്ടെങ്കിലും മുനമ്പക്കാർക്ക് സ്ഥലം കിട്ടില്ല. ഹാഹാ, എന്തൊരു സന്തോഷം. അങ്ങ് സന്തോഷം കൊണ്ട് ആറാടുക. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സന്തോഷിക്കുന്നത്? വെറുതെ നിങ്ങൾ CPM-ഉം കോൺഗ്രസും പറയുന്നത് അങ്ങ് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. CPM-ഉം കോൺഗ്രസും ലീഗും പറയുന്നത് അങ്ങ് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. പക്ഷേ ഒറ്റ കാര്യം, ഈ റവന്യൂ അധികാരം അവർക്ക് സ്ഥാപിച്ചു കിട്ടാൻ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴത്തേക്ക് കഴിയുമെന്നാണ് BJP വിചാരിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ പറയുന്ന
രണ്ടുപേരും മുനമ്പങ്കാർക്ക് വലിയ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നവരെന്ന് പറഞ്ഞല്ലോ, ലീഗിന്റെ പ്രതിനിധിയും പറഞ്ഞല്ലോ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ KPM മജീദ് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ നിയമസഭയിൽ എന്താ പറഞ്ഞത്? ഇവരെ അവിടെ ഇരുത്തണം എന്താ പറഞ്ഞത്? ഇവരെ ഇറക്കി വിടണം എന്നല്ലേ പറഞ്ഞത്? CPM-ന്റെ മന്ത്രി അപ്പൊ ഈ രാജു പി നായരുടെ കോൺഗ്രസ്സുകാർ മുഴുവൻ അവിടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ KPM മജീദ് നമ്മളൊക്കെ ഒറ്റ മുന്നണിയാണെങ്കിലും ഒന്ന് സഹിക്ക്, അവരെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞോ? എന്തിനാ പറഞ്ഞ? ഇറക്കി വിടാണ് വരട്ടെ, ലീഗിന്റെ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് ലീഗ് ഇപ്പൊ അവരെ ഒരിക്കലും ഇറക്കി വിടായിരുന്നു. ഇവരെ KPM മജീദ് ഔദ്യോഗികമായിട്ട് പറഞ്ഞെന്താ? ഇവര് പുറത്തു വന്ന് പലതും പറയും, അത് ഔദ്യോഗികമായി പറഞ്ഞ് ഇവരെ ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞു. ഇനി CPM-ന്റെ മന്ത്രി എന്താ പറഞ്ഞേ? ഇവരെ ഇറക്കി വിടും എന്താ പറഞ്ഞേ? ഈ തരം പിരിക്കുന്നത് താൽക്കാലികമാണെന്ന് മാത്രം പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്ന് രണ്ടുപേരും കൂടെ ഞങ്ങൾ എന്തോ കുഴപ്പമുണ്ടാക്കുന്ന ചീപ്പ് പൊളിറ്റിക്സ്, ആ സ്ക്രീൻഷോട്ടൊക്കെയാണ് മുസഫ, ഈ ചീപ്പ് പൊളിറ്റിക്സ്. ഇതൊന്നുമില്ല ചീപ്പ് പൊളിറ്റിക്സ്. ഞങ്ങൾ അവരോടൊപ്പം നിന്ന് ആത്മാർത്ഥമായിട്ടാണ്. ഈ വഖഫ് ഭൂമി അല്ല എന്ന് VD സതീശനാണോ അവിടെ വന്ന് പ്രസംഗിച്ചു എന്നാണല്ലോ രാജു പി നായർ പറഞ്ഞത്. അപ്പൊ പിന്നെ വഖഫിന്റെ പരിധിപ്പെടത്തില്ലല്ലോ ഇത്. വഖഫ് ഭൂമി അല്ലെന്ന് നിങ്ങൾ പറയുന്നു, ശരി, ഞങ്ങൾ സമ്മതിക്കുന്നു വഖഫ് ഭൂമിയല്ല. അപ്പൊ പിന്നെ സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ വരില്ലേ? അപ്പൊ സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ വരുമ്പോൾ ഈ സെക്ഷൻ 2A വരില്ലേ? വരില്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി മുനമ്പങ്കാർക്ക് ഭൂമി കിട്ടില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ്. എപ്പോഴത്തേക്ക് അവർക്ക് റവന്യൂ അധികാരം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴത്തേക്ക് മുനമ്പങ്കാർക്ക് റവന്യൂ അധികാരം സ്ഥാപിച്ചു കിട്ടും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അല്ല, ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ആരും വിചാരമല്ലല്ലോ. ഇത് നിയമമായി കഴിയുമ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇവർക്ക് റവന്യൂ വകുപ്പിന് റവന്യൂ സെക്രട്ടറിക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് ഇതിന് ഒരു കാലതാമസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. റവന്യൂ വകുപ്പിന് അവരുടെ നടപടികൾ തുടങ്ങാൻ ആവശ്യമായ ക്രമങ്ങളും ചട്ടങ്ങളും പൂർത്തിയാകാൻ എത്ര കാലം വേണ്ടിവരും? മാധു, ഇതൊക്കെ ഒരു ചർച്ചയിൽ ചോദിക്കാൻ പറ്റും. ഞാൻ സർക്കാർ എനിക്ക് കേട്ടുകൂടാ, ഗവൺമെന്റ് ഔദ്യോഗിക പ്രതിനിധി ഒന്നല്ലല്ലോ. അല്ല, ഞാൻ ഇതൊക്കെ ചോദിക്കാൻ പറ്റും. ഞാൻ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനൊന്നുമല്ല. ഇതിന് എത്ര ദിവസം എടുക്കും, എത്ര ഇത് വരുന്ന പറയാൻ. ഏതായാലും നിയമം പാസ്സാക്കിയോ ഞങ്ങള്? അത് വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പങ്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഞങ്ങൾ പാസ്സാക്കിയത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, മുനമ്പങ്കാരും അഭിമാനിക്കുന്നു. വേണമെങ്കിൽ കുറച്ച് നാൾ കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാം. രാഷ്ട്രീയ വിജയമൊന്നുമല്ല. മാധു അങ്ങനെ പറയരുത്, മാധു അങ്ങനെ പറയരുത്, മാധു അങ്ങനെ പറയരുത്, മാധു അങ്ങനെ പറയരുത്. ഇത് രാഷ്ട്രീയമായ വിജയമല്ലേ? ഇത് രാഷ്ട്രീയമായ വിജയമല്ലേ? രാഷ്ട്രീയമായ വിജയം എങ്ങനെയാ? 610 ജനങ്ങളുടെ ജീവിത പ്രശ്നത്തെ രാഷ്ട്രീയ വിഷയമാണ്. അവരുടെ ജീവിത പ്രശ്നമാണ്. ജീവിത പ്രശ്നമാണ്. നിങ്ങൾ അങ്ങനെ പറയല്ലേ? ഇതെവിടെ രാഷ്ട്രീയം? നിങ്ങളാണ് രാഷ്ട്രീയം കാണുന്നത്, മാധുവാണ് രാഷ്ട്രീയം കാണുന്നത്. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ലെന്നേ. ഇപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയമല്ലാതാകുന്നത്? നിങ്ങൾക്ക് തോന്നുന്നിടത്തും അവിടേക്ക് കോൺഗ്രസുകാരും പോകണ്ട എന്ന് പറഞ്ഞ രാഷ്ട്രീയമുണ്ടായിരുന്നോ? മുനമ്പത്തേക്ക് CPM-കാരും കോൺഗ്രസുകാരും പോകേണ്ട എന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയമുണ്ടായിരുന്നോ? അല്ല, അത് പറയുന്നത് എന്തുകൊണ്ടാ? അവർ രാഷ്ട്രീയപരമായി ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ രാഷ്ട്രീയമുണ്ടായിരുന്നു അല്ലെ? അപ്പോഴും അങ്ങേക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇപ്പൊ മാത്രം രാഷ്ട്രീയമില്ല. ജനങ്ങൾക്ക് അതെ ഈ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ കുടുംബക്കാർ BJP-ക്കാരാ? അവിടെ പോയി നിങ്ങൾ മെമ്പർഷിപ്പ് വിതരണം നടത്തിയല്ലോ. അവിടെ പോയി നിങ്ങൾ മെമ്പർഷിപ്പ് വിതരണം നടത്തിയത് രാഷ്ട്രീയമില്ലാതെ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരടക്കം വരികയും പ്രശ്നമില്ലെങ്കിൽ പിന്നെ കേന്ദ്രമന്ത്രിമാർ വരികയും ചെയ്തല്ലോ. അവിടെ രാഷ്ട്രീയമില്ല. മറ്റുള്ളവരാരും പോകേണ്ട രാഷ്ട്രീയമില്ല അല്ലെ? അത് നല്ലതാ. നിങ്ങൾ പറയുമ്പോ രാഷ്ട്രീയമുണ്ട്, മറ്റുള്ളപ്പോഴൊന്നും രാഷ്ട്രീയമില്ല. മാധുനും തരും, മാധു മെമ്പർഷിപ്പ് ചോദിച്ചാൽ മാധുനും തരും. റിക്വസ്റ്റ് ചെയ്താൽ ഞങ്ങൾ തരും മെമ്പർഷിപ്പ്. മാധുനെ നാളെ ഷാളിടും, BJP-യുടെ ഷാളിടും, ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ഷാളിടും. മുനമ്പത്ത് മാത്രമല്ല, ഇന്ത്യയിൽ ഷാളിടും. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പ്രതിനിധിയായ ശ്രീ മുരുകൻ കാതിക്കുളത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരുകൻ കാതിക്കുളത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലെങ്കിൽ പരിഹാരമാകണം എന്നുള്ളതാണ്
ആവശ്യം ഇതിനൊപ്പം തന്നെയാണ് എല്ലാവരും നിലകൊള്ളുകയും ചെയ്യുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ പാർലമെൻറ്റിൽ ലോകസഭയിലും രാജ്യസഭയിലുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സായതോടുകൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഞങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന നിരാഹാര സമരത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സർക്കാരിനെതിരെ ഉള്ളൊരു സമരമായിട്ട് മാത്രമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളതെങ്കിൽ അതിൽ തെറ്റ് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് സർക്കാരിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനമധ്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരിക. ഏതായാലും ഞങ്ങളുടെ ശ്രമം പാഴായില്ല. ഇത് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലേക്ക് ഉയരുകയും ചെയ്തു. പക്ഷെ അതൊന്നുമല്ല വിഷയം. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന രീതിയിൽ തന്നെ ഇതിനെടുക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി കിടക്കുകയാണ്. അതേസമയം തന്നെ 1989-90 കാലഘട്ടത്തിൽ ഞങ്ങൾ കൃത്യമായ പണമടച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങി യഥാസമയത്തിൽ കരമടച്ചു പോയിട്ടുള്ള ഭൂമിയാണ് എന്നുള്ളത് ഇതിനു മുമ്പ് ഒത്തിരി ചർച്ചകളിലൂടെ നാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഏവർക്കും അറിയാവുന്നതുമാണ്. ഇവിടെ കേട്ട ചർച്ചകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഇതൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് രാഷ്ട്രീയക്കാർ തമ്മിൽ അത് അവരുടെ എന്താ പറയുക രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പോലെ മുനമ്പം ജനതയെ ആ രീതിയിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനെതിരല്ല. ഞങ്ങൾ ആദ്യമേ തുടങ്ങി പറയുന്നുണ്ട്, ഒരു രാഷ്ട്രീയത്തിനും എതിരല്ല. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് 3 കൊല്ലക്കാലം മുമ്പ് ആരംഭിച്ച ഈ പ്രശ്നത്തിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഈ പള്ളിമുറ്റത്ത് 6 മാസത്തോളമായിട്ടുണ്ട് ഈ നിരാഹാരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഈ സമരം നിർത്തിവെക്കാനായിട്ട് സർക്കാരും മറ്റു ഇതര ആളുകളും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞത്, നമ്മളുടെ പ്രശ്നം പരിഹരിക്കുന്ന ആ നിമിഷം നമുക്ക് എപ്പോഴാണോ നമ്മളുടെ ഈ കാലം അത്രയും ലഭ്യമായിരുന്ന റവന്യൂ അവകാശങ്ങൾ അത് തിരികെ കിട്ടുന്ന ആ നിമിഷം നമ്മൾ ആ നിരാഹാര സമരം അവസാനിപ്പിക്കും. അതായത് ആ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി നിങ്ങളിൽ നിക്ഷിപ്തമാകുന്നത് വരെയാണ് സമരം തുടരുക. അതായത് വഖഫ് നിയമം ആയതുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും അത് തുടരുക തന്നെ ചെയ്യും. തയ്യാറല്ല, തീർച്ചയായിട്ടും അത് തുടരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയോ ആർക്കും എതിരായിട്ടല്ല ഇത്. അതാണ് ഇത് കാണേണ്ടത്. ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഇതൊരു മുസ്ലിം സമുദായത്തോടുള്ള എതിർപ്പുമല്ല. അതൊക്കെ തിരിച്ചറിയേണ്ടതാണ്. ഇതിലിപ്പോ അങ്ങ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മുനമ്പം വിഷയം ഏറ്റവും തീവ്രമായി ചർച്ച ചെയ്ത് പോകുന്ന ഒരു സമയമാണ്. നമുക്ക് ഓർമ്മയുണ്ട് പാലക്കാട് ഇലക്ഷൻ സമയത്തൊക്കെ ആ മേഖലയിൽ അല്ലാതിരുന്നിട്ട് പോലും ഏറ്റവും വിപുലമായ ചർച്ച ഇതിലുണ്ടായതാണ്. ഇനി അവിടെ ബാക്കിയുള്ളത് രാഷ്ട്രീയമാണ്. അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും, ഇത് നേരത്തെ അഡ്വക്കേറ്റ് ഷിബു മീരാൻ പറഞ്ഞതുപോലെ ഇതൊരു നെരിപ്പോട് പോലെ നീറി കൊണ്ടുപോകാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള രാഷ്ട്രീയ താല്പര്യം അവിടെ പണിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മുനമ്പത്തിന്റെ മറുപടി? അല്ല, തീർച്ചയായിട്ടും ഈ സമരം അതിൻ്റെ തനതായ ശൈലിയിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്ത രൂപവും ഭാവവും ഒക്കെ വന്നുകൂടും. കാരണം ഒരു കാര്യം തിരിച്ചറിയുക, ജനങ്ങൾ അക്ഷമരാണ്. ഞങ്ങളെപ്പോലെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ സംയമനം പാലിച്ച് അവരെ ശാന്തരാക്കി ഈ സമരത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ 6 മാസക്കാലവും ഒരു വിഷയവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ പള്ളി അങ്കണത്തിൽ ഞങ്ങൾ ആരംഭിച്ച നിരാഹാരം വളരെ നിശബ്ദമായ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. അവിടെ മതവർഗീയത ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെന്ന നിലയിൽ അവിടെ മതേതരത്വം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു വിഷൻ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് ആർക്കും ഇതിലുള്ള വെല്ലുവിളിയല്ല. ഇവിടെ ഒരു മതവർഗീയതയും ഉടലെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 610 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം 1989-90 കാലം മുതൽ അവിടെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളാണെന്നറിയണം. അവരൊന്നും കുടിയേറ്റക്കാരല്ല. അത് കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രയാസം. ഞങ്ങളെല്ലാം കൃത്യമായ നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ പോന്നിട്ടുള്ളവരാണ്. ഏതെങ്കിലും തരത്തിൽ
ആ നിയമങ്ങളെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ. അപ്പോൾ വഖഫ് നിയമത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഭേദഗതി ഞങ്ങളെ സഹായിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് സ്വാഗതം ചെയ്യും. ശരി, ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. ശരി, അങ്ങേക്ക് സമയപ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് വളരെയധികം നന്ദി ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ശ്രീ രാജു പി നായർ, തെരഞ്ഞെടുപ്പ് വർഷമാണ്. മുൻപം പോലെ ഒരു വിഷയം അത് കുറച്ചുകൂടി നമുക്ക് അതിന്റെ യാഥാർത്ഥ്യബോധത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കുറച്ചുകൂടി സമയമെടുക്കും. അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വിപുലമായ ചർച്ചകൾക്ക് കാരണമാകും എന്നുള്ളതൊക്കെ വ്യക്തവുമാണ്. ആ സമയത്ത് ആശങ്കകൾ ഒഴിവാക്കാനും അവകാശവാദങ്ങളും വെറുപ്പും വിദ്വേഷവും ഒഴിവാക്കാനുള്ള ഏറ്റവും കാര്യക്ഷമമായ മറുപടി എന്ന് പറയുന്നത് നേരത്തെ ശ്രീ ഷിബു മീരാനും ശ്രീ VPP മുസ്തഫയും ഒക്കെ പറഞ്ഞതുപോലെ കൃത്യമായ വസ്തുത ജനങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വസ്തുതകൾക്കപ്പുറത്ത് രാഷ്ട്രീയമായിരിക്കും പ്രധാനമായും ചർച്ച. അവർ ചെയ്തതാണ്, നിങ്ങൾ ചെയ്തതാണ്, ഇവർ ചെയ്യാൻ ശ്രമിച്ചതാണ് എന്ന തരത്തിലുള്ള ചർച്ചയാണ് മുൻപുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതിവിടെ കൊണ്ട് അവസാനിക്കുകയുമില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും? മാധു, ഇതിനകത്ത് 1-2 കാര്യങ്ങളായിട്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ആർക്കും ഷോൾ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. എങ്ങനെന്താ ആർക്കും ഷോൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാൾ മുമ്പ് തമിഴ്നാട്ടിൽ ഒരു റെഡ് ഹിൽസ് സൂര്യ എന്ന് പറഞ്ഞൊരാൾക്ക് ഈ ഷോൾ ഇടാൻ വേണ്ടി BJPയുടെ അംഗത്വം കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. അദ്ദേഹമായിരുന്നു മുഖ്യാതിഥി സ്വീകരിക്കാൻ വേണ്ടി. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് പോലീസിനെ കണ്ടോടെ മുഖ്യാതിഥി ഓടിപ്പോയി. കാരണം ഏറ്റവും വലിയ കൊലപാതകയുമായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആർക്കും ഇട്ട് കൊടുക്കുന്ന ഷോളിന് മാധു ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്കറിയാം ഈ വർഗീയവാദികൾക്ക് തല നീട്ടി വെച്ച് കൊടുക്കില്ലെന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ആർക്കും ഇട്ട് കൊടുക്കുന്ന ഷോള് അത് അവർ തന്നെ കൈ വെച്ചോട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയാൻ നോക്കൂ, ഇദ്ദേഹം എന്തെങ്കിലും കാര്യം നമ്മളിവിടെ ഉന്നയിച്ച പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി എങ്ങനെയാണ് ജനങ്ങളെ ഇത് ബോധവൽക്കരിക്കുന്നത്? നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് BJP കൃത്യമായിട്ട് മറുപടി വേണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറുപടി പറയാൻ കഴിഞ്ഞോ? റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉള്ള ഈ ബില്ല് എങ്ങനെ പരിഹാരം കണ്ടെത്തുന്നു വയ്ക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മറുപടി നിശബ്ദമാണ്. ഏത് വകുപ്പ് ഉപയോഗിച്ച് ചെയ്യും എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ മറുപടി നിശബ്ദമാണ്. എന്നിട്ട് അദ്ദേഹം ഒരേ എന്താ ആദ്യത്തെ ഘട്ടത്തിൽ ഇദ്ദേഹം പാസ്സാക്കി ഇനി പോയിട്ട് കരമടയ്ക്കണം. ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ പറയട്ടെ. ആദ്യത്തെ ഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞ എന്താ, പാസ്സാക്കി കഴിഞ്ഞു, ഇനി നേരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് എനിക്ക് കരമടയ്ക്കണം എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ കരമടയ്ക്കാനുള്ള സീലെടുത്ത് കൊടുക്കുന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു അത് എത്ര നാളെടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, അതിന്റെ നടപടികൾ ക്രമങ്ങൾ എപ്പോഴെടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ എന്ത് ആത്മാർത്ഥതയാത്തുള്ളത്? ഇനി നിസാർ കമ്മീഷനാണ്, നാസർ കമ്മീഷൻ അല്ല എന്നെങ്കിലും വിഷയം പഠിച്ചുകൊണ്ട് വരുമ്പോൾ അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണ്ടേ? നിസാർ കമ്മീഷനായിരുന്നു, നാസർ കമ്മീഷൻ അല്ല എന്ന്. പിന്നെ നോക്കൂ, ഇദ്ദേഹം പറയാണ് VD സതീശൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല. വഖഫ് ഭൂമിയല്ല എന്ന് VD സതീശൻ പറഞ്ഞ ആർഗ്യുമെന്റ് അദ്ദേഹം വാങ്ങുന്നുണ്ട്. അദ്ദേഹം അത് അംഗീകരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ വഖഫ് ഭേദഗതി നിയമം അതിനകത്ത് വരുന്നത്? മാധു, ഇതിനകത്ത് ഇപ്പോൾ ആ സമരസമിതിയുടെ ഭാഗമായിട്ട് വന്ന ആള് അദ്ദേഹം പറയുന്നുണ്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിത പ്രശ്നമാണ്. ആ സമരത്തിനകത്ത് ആ പള്ളി അങ്കണത്തിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പോലും ക്രിസ്തീയ വചനമാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ നിന്റെ ശത്രുവിനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തീയ വചനം എഴുതി വെച്ചുകൊണ്ട് ആ സമരത്തെ വർഗീയവൽക്കരിക്കാൻ പാടില്ല എന്ന് നിലപാടെടുത്തവരാണ് അവർ. അവരെ സംബന്ധിച്ചോളം ജീവിത പ്രശ്നമാണ്, അവരുടെ കിടപ്പാടത്തിന്റെ പ്രശ്നമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ്. മാധു, ഒരു കാര്യം ഓർത്തോ, BJPയെ സംബന്ധിച്ചോളം ഈ പറയുന്ന കുടുംബങ്ങളുടെ വീടല്ല അവർക്ക് പ്രശ്നം. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് മറ്റാരെക്കാളും അവർക്കറിയാം ഈ നിയമം കൊണ്ട്. പക്ഷേ ആ കുടുംബങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ മുഴുവൻ ഇവരുണ്ടാക്കിയ വർഗീയതയാണ് ഇവർക്ക് ആവശ്യം. ആ 610 കുടുംബങ്ങൾ എന്ന് പറയുന്നവർക്ക് അവർക്ക് റൈറ്റ്സ്, റവന്യൂ റൈറ്റ്സ് കിട്ടുക എന്നുള്ളതല്ല. പക്ഷെ അതുകൊണ്ട് മറ്റ് ഒരു സമുദായത്തിൽ, ക്രിസ്തീയ സമുദായത്തിനകത്ത് പ്രത്യേകിച്ചും ഈ മുനമ്പം ഉപയോഗിച്ചുകൊണ്ട് അതിതീവ്രമായ വർഗീയത കുത്തിവെക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ വിജയം. അതിനപ്പുറം ഒരു രാഷ്ട്രീയം അവർ കാണുന്നില്ല. ആ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ BJPയുടെ പ്രതിനിധി ഇന്ന് വന്നിരുന്നിട്ട് ഇതല്ല പറയുക, ഇന്ന രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അദ്ദേഹം ഞങ്ങൾ 1000 കൊല്ലം കേസ് പോകേണ്ടി വരും എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ പറയുന്ന വഖഫ് ട്രസ്റ്റുകൾക്ക് എന്ന് പറയുന്നത് 2A വെച്ച് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ഇത് കൊടുത്ത ആൾക്ക് ആണ് ഇതിന്റെ ആ വഖഫ് അല്ല എന്നുള്ളത് വന്ന് അതിന്റെ റവന്യൂ റൈറ്റ്സ് ഇത് കൊടുത്ത ആൾക്കാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അനന്തരാവകാശം വന്ന് ആ പ്രോപ്പർട്ടിയിൽ ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നിയമപോരാട്ടത്തിലേക്ക് പോകുമല്ലോ എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആദിയാണ്, ഞങ്ങളുടെ ആകുലതയാണ്. ആ ആകുലത ഞങ്ങൾ പറയുമ്പോൾ അതിനുള്ള മറുപടി എന്താ? അദ്ദേഹത്തിനുണ്ടോ ആ മറുപടി? സ്വാഭാവികമായും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് ഒരു തോന്നൽ മുനമ്പത്തുണ്ടെങ്കിൽ മുനമ്പത്തെ സമരസമിതി ആ പള്ളിയങ്കണത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ അവരവിടെ നിന്ന് തുടരുന്നത് അവർക്ക് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർക്കത് ബോധ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാധു,
അവരനുഭവിച്ച് ഇതിന്റെ പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ആൾക്കാരോട് ആര് സഹായം പറഞ്ഞു തന്നാലും അത് ചെല്ലും. ഈ രാജ്യത്തിന്റെ ഒരു മന്ത്രിസഭ ഇത്തരത്തിൽ അവരുടെ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്കതിനകത്ത് വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും. അതല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണ്ട എന്ന് ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറയാൻ സാധിക്കുമോ? പക്ഷെ ജനകീയ സമരത്തിൽ അത്തരത്തിൽ കടന്നുകൂടുന്നവർ ആ വിഷയത്തോട് ആത്മാർത്ഥമായിട്ട് ആ നാടിന് ഗുണം ചെയ്യുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് ഇടപെടുന്നോ ഉള്ളതാണ് വിഷയം. ആ സത്യസന്ധമായ ഇടപെടൽ ഇല്ല എന്നുള്ളതും ഈ വിഷയത്തെ ഈ രാജ്യത്ത് മുഴുവൻ ഒരു വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതും ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നിയമം അവതരിപ്പിച്ചപ്പോൾ തന്നെ കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ, ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ അത് മുനമ്പത്തെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോഴും അമിത്ഷാ പറഞ്ഞ ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല. നാളെ മുതൽ ചെയ്യുന്ന വഖഫിന് നിങ്ങൾക്ക് എന്തിനാണ് ആദി എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ടോ? പറയുമെങ്കിൽ പറയും. ബി ജെ പിയുടെ പ്രതിനിധി ധൈര്യമുണ്ടേ പറ. അമിത്ഷാ പറഞ്ഞത് കള്ളമായിരുന്നു. ഇല്ല, ഈ നിയമം കൊണ്ട് 1900 മുനമ്പത്തെ ആ വഖഫ് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നു, അമിത്ഷായ്ക്ക് തെറ്റിപ്പോയതാണ് എന്തെങ്കിലും പറ. മറുപടി പറയാനുണ്ടോ? അത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് രാജു പി നായർ കൊടുത്തത്. അതുകൊണ്ട് സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള പൊതുധർമ്മ സ്ഥാപനത്തിന് പൊതുധർമ്മ സ്ഥാപനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് സമാനമായ ദാനം നൽകിയിട്ടുള്ള വസ്തുക്കൾക്ക് സംബന്ധിച്ച് എന്തെങ്കിലും കോടതിയുടെ ഉത്തരവുകൾ സംബന്ധിച്ച് നിലവിലുള്ള പരിധിയിൽ ഇതെങ്ങനെ വരും? അദ്ദേഹം ഒന്ന് മറുപടി വരട്ടെ. മറുപടി വഖഫ് ബോർഡാണ് ഇതിനകത്ത് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡാണ് ഇതിനകത്ത് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡാണ് ഇതിന്റെ അകത്ത് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡല്ലേ ഇതിന്റെ അകത്ത് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ആണ്. ഇപ്പോൾ കേസ് ആരുടെ കയ്യിലാണ്? വഖഫ് ബോർഡിന്റെ കീഴില്. വഖഫ് ബോർഡിന്റെ കീഴില് വഖഫ് ബോർഡാണ് ഇതിനകത്ത് അവകാശം. ഇതിനകത്ത് മറ്റേ നമ്മുടെ ട്രസ്റ്റുകാർ അവകാശവാദം ഉന്നയിക്കുന്നില്ലല്ലോ. അവർക്ക് കൊടുത്തിട്ടില്ല, വഖഫ് പരിധിയിൽ പെടത്തില്ല. ഇത് വഖഫ് ബോർഡില് വഖഫ് ബോർഡിൽ ഇതിനകത്ത് അവകാശവാദം ഉന്നയിക്കുന്നത് അല്ല. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പൊ രാജു പി നായര് ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. ശരി, പറയുന്ന ഈ രാജ്യത്തെ മറ്റൊരു പ്രസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നിയമം വെച്ച് ചെയ്തതാണെങ്കിൽ പിന്നെ നിങ്ങൾ വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ രക്ഷയ്ക്ക് എന്ന് പറയുന്നത് പച്ചക്കള്ളം പറയല്ലേ? നിങ്ങൾ പച്ചക്കള്ളം പറയല്ലേ? നിങ്ങൾ ഈ വഖഫിന്റെ പേരിലായതുകൊണ്ട് ഇത് വഖഫിന്റെ പേരിലാണ് കേസ് കിടക്കുന്നതുകൊണ്ട് ഇത് വഖഫിന്റെ വഖഫ് ബോർഡാണ് ഈ ഭൂമി അസറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വഖഫ് ബോർഡിൽ ഇത് വരത്തില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായോ? വഖഫ് ബോർഡിന്റെ അസറ്റിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. വഖഫ് ബോർഡ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് ഇതിലല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊരു അവകാശമില്ലെന്ന് പറയുന്നത്. വഖഫിന് ഇതിനകത്തൊരു അവകാശമില്ല. വഖഫ് ബോർഡിന് ഇതിനകത്ത് മുൻകാല പ്രാബല്യം വരുമെന്ന് തന്നെയാണ്. ഈ വിഷയത്തിലാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഈ വിഷയത്തിലുള്ള പരിഹാരം, ഈ വിഷയത്തിലുള്ള ബോധ്യപ്പെടുത്തലിലൂടെ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോകുകയുള്ളൂ. ഇടവേള തിരിച്ചുതരാം. അടുത്ത ഷിബു മീരാണ്. ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഉമീദ് എന്ന വാക്കാണ് കിരൺ റിജിജു പറഞ്ഞത്. അതായത് ഇത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്ന്. ഇപ്പോൾ നമ്മുടെ ഭൂസംരക്ഷണ സമിതിയുടെ അംഗവും ഇവിടെ വന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ഇനിയും ഈ വിവാദങ്ങൾ മുന്നോട്ട് പോകും, ഈ പ്രതിസന്ധി മുന്നോട്ട് പോകും എന്നുള്ളത്. പക്ഷേ കേരളത്തിന്റെ ഒറ്റ വികാരം എന്ന് പറയുന്നത് പ്രതിസന്ധി അവസാനിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ അവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായും അത് ഉമ്മീദ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എന്നൊക്കെ ചേർന്ന് ഞാൻ പറയും ഉമ്മീദ് എന്നാൽ പ്രതീക്ഷ. നേരെ വിപരീത വാക്കുണ്ട് ഹിന്ദിയിൽ, ഉദാസ് എന്നാണ്, നിരാശ. യൂണിഫൈഡ് വഖഫ് ഡിസാസ്റ്ററിംഗ് ആൻഡ് സപ്രസിംഗ് ആക്ടാണിത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയത് നേർക്ക് നേരെയുള്ളൊരു ചോദ്യത്തോടാണ്. മുനമ്പത്തെ വിഷയം എന്ന് പരിഹരിക്കപ്പെടും? ഞങ്ങൾ പറഞ്ഞു ചെറിയ ചട്ടങ്ങളും ഇതൊന്നും ഉണ്ടാക്കാണ്ട് പരിഹരിക്കാൻ നിവൃത്തിയില്ല. അത് ചോദിച്ചപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ, എനിക്ക് എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. സെക്ഷൻ 2A പറയാൻ പോകുന്നത് അത് തന്നെയാവും എന്നറിഞ്ഞിട്ട് മുൻകൂർ ഞാൻ പറഞ്ഞു. ഇപ്പോഴും വഖഫ് ബോർഡ് സൊസൈറ്റി ആണെന്ന് പിന്നെ ഫറൂഖ് കോളേജ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുനമ്പം വിഷയത്തെ എത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന വഖഫ് ഫറൂഖ് കോളേജ് സൊസൈറ്റി അല്ലാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അവിടുത്തെ തർക്ക വിഷയം ആ ഡീഡിന്റെ നേച്ചറാണ്. മാധു ചിലർ പറയുന്നത് വഖഫാണെന്ന്,
ചിലർ പറയുന്നത് പിന്നെ ഫറൂഖ് കോളേജിന്റെ ഗിഫ്റ്റ് ഡീഡാണെന്ന്. ആ ഇഷ്യൂ ആണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. അത് സോൾവ് ചെയ്യാതെ മുനമ്പത്തുകാർക്ക് കരടയ്ക്കാൻ പറ്റില്ല. ഞാനിത് നെഞ്ചത്ത് കൈവച്ച് പറയാം. KPM മജീദിനോട് പറയണായിരുന്നു നിയമസഭയിൽ വെച്ച് ഇവരെയൊക്കെ ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോ സഹോദര എന്റെ അവസരം ഞാൻ നിങ്ങളുടെ KPM മജീദിനൊക്കെ മറുപടി തരാന്ന്. സഹോദര മിണ്ടാതിരിക്കൂ. സഹോദര ഞാൻ പറയട്ടെ താങ്കളെ പോലെ ഒച്ച എനിക്കുണ്ട്. ഞാൻ ഒച്ച ഉണ്ടാക്കാത്തത് ഇത് കണ്ടിരിക്കുന്ന മുനമ്പത്തെ മനുഷ്യരുടെ ആശങ്ക എന്റെ മനസ്സിലുള്ളതുകൊണ്ടാ. സഹോദര ഞാൻ പറയട്ടെ സഹോദര ഇതിനകത്ത് ഇമ്രാൻ പ്രതാപഗഡി പാർലമെന്റ് രാജുപിനാർ എന്റെ അവസരമാണ്. മേരെ സദുപേ തും ഇത്നാ ഖുശ്ഗുമാൻ മത് ഹോ ചിരാഗ് സബ്കാ ബുജേഗ ഹവാ കിസിക്കെ അപ്പൻ. ഞങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ, ഞങ്ങൾ ഇരുട്ടിലാകുമ്പോ ആരും സന്തോഷിക്കരുത്, വിളക്ക് എല്ലാവരുടേതും അണയും. കൊടുങ്കാറ്റ് ആരുടെയും സ്വന്തമല്ല. ഈ നിയമം പാസ്സായതിന്റെ അന്ന് വൈകിട്ട് ഈ രാജ്യത്ത് RSSന്റെ മുഖപത്രം പുറത്തുവിട്ട ലേഖനുണ്ട്. RSSന്റെ മുഖപത്രത്തിൽ തോന്നിയാസം എഴുതൂല, ഇവരുടെ അജണ്ട അല്ലാത്തത് വരില്ല. 17 കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭ കയ്യിൽ വച്ചിരിക്കുന്നു. അടുത്ത ടാർഗറ്റ് അവരുടെയാണ് എന്ന് മറ്റാർക്ക് ബോധ്യമില്ലെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യമുണ്ട്. കേരളത്തിലെ രീതി വേറെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇടത്ത് തന്നെയാണ് ലേഖനം പിൻവലിക്കുകയും ചെയ്യുന്നത്. സമയം കൂടുതൽ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. മുനമ്പം പരിഹാരം കാണേണ്ടുന്ന വിഷയമാണ്. മുനമ്പം ദീർഘകാലത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു നെരിപ്പോടായി തുടരരുത്. അതിന് പരിഹാരമുണ്ടാകാനുള്ള ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വേണ്ടതുണ്ട്. വളരെയധികം നന്ദി.